കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് നിൽക്കുന്നത് അറിയില്ല. അമ്പാടിയിലെ ഏതെങ്കിലും വേഷങ്ങളാണോ രൂപങ്ങളാണോ അതോ മറ്റേതെങ്കിലും ആണോ ഒന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ആ വെങ്കല പ്രതിമ ഗരുഡൻ്റെ അത് കാണാം. അതേപോലെ കുചേലൻ്റെ പ്രതിമ കാണാം. അതൊക്കെ കണ്ട് നമുക്ക് അവിടുന്ന് ഇങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് സർവ്വവിഘ്നങ്ങളും അകറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ ആ രണ്ട് കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കാണാം. അത് കണ്ടങ്ങനെ വരുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ ഭാഗത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ തന്നെ ഗടാവിളക്കൊക്കെ കാണാം. വലത് സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴാം. അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാര്യം, ഒരു തിളക്കം തന്നെയാണ്. നല്ല എപ്പോൾ നോക്കിയാലും നല്ല തിളക്കം തന്നെയാവേ, നല്ല പ്രകാശം തന്നെയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, അതിങ്ങനെ കുറച്ച് വലുതായിട്ടുണ്ട്. പട്ടൊക്കെ ആയിട്ടിങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല വലുപ്പത്തിലുള്ള കാൽത്തളകളാണ്. അതേപോലെ പട്ട് കോണ കൊടുത്തിട്ടുണ്ട്. അരമണി ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. ഓരോ ഞാന്നുകളും തുടയുടെ മുകളിലേക്ക് ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. അതേപോലെ കിങ്ങിണി കാണാണ്ട്, പിന്നെ കുഞ്ഞു മുമ്പൊക്കെ നന്നായിട്ട് വീർത്തിട്ടുണ്ട്. അങ്ങനെ മുകളിൽ നോക്കുമ്പോൾ ഒരു കയറ് കാണാണ്ട്, അപ്പോൾ കയറ് കൊണ്ട് കെട്ടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പം ഇന്നത്തെ ഒരു കാഴ്ച. അങ്ങനെ ആ കയറിൻ്റെ തലപ്പത്തേക്ക് നോക്കിയാൽ ചെറിയൊരു ഉരുലും കാണാണ്ട്. അപ്പോൾ ഇന്ന് ദാമോദരനായിട്ടാണ്, ദാമോദര സ്വരൂപത്തിലാണ് ഇന്ന് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മുല്ലമൊട്ട് മാല, അങ്ങനെ 3 മാലകൾ കാണാണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുഴലും ഉണ്ട്, ഒരു താമരയുണ്ട്, വെളുത്ത താമരയുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം ഇന്നത്തെ ഒരു കാഴ്ച. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ ആ താമര അങ്ങനെ വെളുത്ത താമര നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ ആ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അതേപോലെ തന്നെ ഗോപീതിലകം, തിരുനെറ്റിയിൽ ഗോപീതിലകം അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ചെവിയിൽ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാലകൾ 3 ചാർത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒന്ന് വനമാല പോലെ തെച്ചിയും തുളസിയായിട്ടുള്ളതൊന്നും, പിന്നെ വെളുത്ത പൂവും തെച്ചിയും തുളസിയും, പിന്നെ താമരയുടെ അങ്ങനത്തെ ഒന്ന്, അങ്ങനെ 3 വനമാലകളുണ്ട്. പിന്നെ ഉണ്ടമാലകളുണ്ട് 2. അതെങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി, അതേപോലെ തന്നെ തെച്ചിയും തുളസിയായിട്ടുള്ളത്. അപ്പോൾ നല്ല ആകെ മൊത്തം നോക്കിയാൽ നല്ല രസമായിട്ടൊരു ചെറിയ ഉണ്ണി ആ ഉരുലും വലിച്ചുകൊണ്ട് ഓടാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അത് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് നമ്മളെല്ലാവരും കേട്ടോ. അങ്ങനെ ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ കാണുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ഭഗവാന്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലിങ്ങനെ ആ ഒരു ഉണ്ണിക്കണ്ണനായിട്ട്, ദാമോദരനായിട്ട്, ദാമോദര സ്വരൂപത്തിലിങ്ങനെ നമ്മളെ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച, അതിമനോഹരമായ കാഴ്ച. നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഇന്നത്തെ ചാർത്ത് മേൽശാന്തിയാണ്, നല്ല ചാർത്തായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തൊഴാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് ഇങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ.
അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണേശനെയും മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹ വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ഒക്കെ കണ്ടിങ്ങനെ തൊഴാം. ഇന്നിപ്പോൾ ഏകാശി ആണ്, ഇന്നും ഏകാശി. ഇന്നലെ ഇപ്പോൾ ധന്വന്തരി ഏകാശി, ഇന്നിപ്പോൾ സ്വർഗവാതിൽ ഏകാശി തുടങ്ങി രാവിലെ 5 മണി വരെ ആയിരുന്നു ഏകാശി. അതിനുശേഷം നാളെയാണ് ദ്വാദശി പാരണയ്ക്കുള്ള സമയമുള്ളൂ. ഇന്നലെ എടുത്തവർക്കും അതിനുള്ള സമയം ഇന്നില്ല, നാളെയുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയുണ്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നരസിംഹത്തിനെ കണ്ടു തൊഴാം, മുകളിലേക്ക് നോക്കിയാൽ. പിന്നെ ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനെയൊക്കെ കണ്ടു തൊഴുത് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ മുരുകനെയും അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാദ് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നൃത്താറി, മണിക്കിണറും അതേപോലെ തന്നെ കുറൂരമ്മ, നാരദർ, മേൽപ്പത്തൂരിന് വസുദേവരൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അവിടുന്ന് നമ്മൾ വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മളിങ്ങനെ ഇടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിൻ്റെ താലപ്പൊലി ആവാറായി, 5-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയാൽ തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ദാമോദര സ്വരൂപത്തിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കണം പുഞ്ചിരിച്ചും കൊണ്ട്. അത് കാണാൻ എനിക്ക് ഉരൽ കെട്ടിയതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് നിൽക്കണത്. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്കിങ്ങനെ കാണാം. കണ്ട് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്ന് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുമ്പോൾ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുന്ന പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണമായിട്ടിങ്ങനെ വരുമ്പോൾ നമുക്ക് നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്നാൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ആ വിഗ്രഹം കണ്ടു തൊഴാം. പിന്നെ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴാം. അങ്ങനെ തെക്കേ നടയിൽ വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.